ഹായ് ഗൈസ്. ഇന്നത്തെ കാലത്തെ ഒരാളോട് നമ്മുടെ വിഷമങ്ങൾ തുറന്നു പറയാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അതിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഗുഡ് ലിസണർ ആയിട്ട് ഒരാളുടെ വിഷമങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക്, പുതിയ തലമുറ എന്നല്ല, എൻ്റെ ജനറേഷൻ തൊട്ട് വേണമെങ്കിൽ എടുക്കാം, ഇപ്പോഴത്തെ ഒരു നിലവിലെ ഒരു സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു കാലഘട്ടമാണ് ഇന്ന്. ഒരാൾ വിഷമം തുറന്നു പറയുമ്പോൾ അതത്ര പക്വതയോടെ അത് കേട്ടിരിക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർ വളരെ വിരളാണ്. ആൻഡ് ഞാനിന്നിങ്ങനെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി എടുക്കും. സോറി, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയി. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. 3.5 വർഷമായിട്ട് നേഴ്സായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നഴ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡിൽ. ആൻഡ് ഞാനിങ്ങനെ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ റാൻഡംലി പറഞ്ഞൊരു തോട്ടാണ് ഈ ഒരു വീഡിയോയിലേക്ക് എത്തിച്ചത്. അവളാണെങ്കിലും വാർഡ് മേറ്റ്സ് ആണെങ്കിലും ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് അവരുടെ വിഷമങ്ങൾ തുറന്നു പറയുമ്പോൾ അതിന് പറ്റിയ ഒരു നല്ല സൊല്യൂഷൻ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്കൊരു ഗുഡ് ലിസണർ ആയിട്ടിരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. സോ അപ്പം അവൾ ഇന്ന് എൻ്റെ അടുത്ത് റാൻഡംലി പറഞ്ഞു, അരുണിമ, നിനക്ക് എന്തുകൊണ്ട് ഇത് സമൂഹത്തിലെ ബാക്കിയുള്ള ആൾക്കാരിലേക്കും എത്തിച്ചുകൂടാ? നിന്റെ തോട്ട്സും നിന്റെ ബിലീഫ്സും ഒക്കെ നീ പറയുന്നത് വഴി പലർക്കും അതൊരു ഉപകാരമാവുമെങ്കിൽ നിനക്കതെന്താ പുറത്ത് ആൾക്കാരിലേക്ക് എത്തിച്ചുകൂടാ എന്നൊരു ചോദ്യം ചോദിച്ചു. ഐ തോട്ട്, സത്യമാണ്, എന്തുകൊണ്ട് അങ്ങനെ എന്നാ എനിക്കൊരു വീഡിയോ ചെയ്തുകൂടാ? എൻ്റെ വർക്ക് എക്സ്പീരിയൻസിലൂടെയോ അല്ലെങ്കിൽ ഞാൻ കണ്ടു വളർന്നതോ ആയിട്ടുള്ള ആൾക്കാരിൽ ഞാൻ കണ്ടെത്തിയ ഒരു പ്രോബ്ലം, അതിനുള്ളൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതിനുള്ള എൻ്റെ പെർസ്പെക്റ്റീവ്, അതാണ് ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഇടുന്നോളം ഈ വീഡിയോയിൽ ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ കാര്യം എനിക്കറിയുന്ന ഒരാളെ കുറിച്ചാണ്. ആളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ആ കുട്ടി ഒരു 10th +2 ഡിഗ്രി 3 വർഷം, 3 നമ്മുടെ എന്താ പറയുക മൈൽ സ്റ്റോൺസ് എന്ന് വേണമെങ്കിൽ പറയാം. 10th ക്ലാസ് ഒരു വലിയ മൈൽ സ്റ്റോൺ ആയിരുന്നു, +2 ഒരു മൈൽ സ്റ്റോൺ ആണ്, ഡിഗ്രി ഒരു മൈൽ സ്റ്റോൺ ആണ്. ഈ പറഞ്ഞ എല്ലാത്തിലും വളരെ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്ത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ആൻഡ് വീട്ടിലെ പ്രാരാബ്ദം, വീട്ടില് പ്രായമുള്ള ആൾക്കാർ മരിക്കാൻ പോകുന്നു, അവർക്ക് ഈ കുട്ടിയുടെ കല്യാണം കാണാതെ മരിക്കാൻ പറ്റിയില്ലെങ്കിലോ, കുട്ടിയുടെ കല്യാണം കാണാതെ മരണപ്പെട്ടെങ്കിലോ എന്നുള്ള ഭയം, അങ്ങനെ ഒരുപാട് പ്രഷറുകളിൽ നിന്ന് വന്ന ഒരു വിവാഹാലോചന ഇയാള് സമ്മതിക്കേണ്ടി വന്നു. നല്ല ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റ് ആണ്, അത് ആലോചിക്കാം. ആള് സമ്മതിച്ചു. ഇതിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കഥ മനസ്സിലായിട്ടുണ്ടാവും, കഥയല്ല കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കുട്ടി കല്യാണം കഴിക്കുന്നു. ആദ്യത്തെ ആ വർഷം തന്നെ കുട്ടിക്കൊരു കുഞ്ഞുകുട്ടി ഉണ്ടാവുന്നു, ആൾക്കൊരു കുട്ടി ഉണ്ടാവുന്നു. ഹസ്ബൻഡ് തീരെ ശ്രദ്ധിക്കാത്ത വീട്ടുജോലി, കുട്ടീനെ നോക്കൽ മാത്രമാണ് ഒരു സ്ത്രീ എന്നുള്ള അവരുടെ ജോലി എന്ന് പറഞ്ഞ് ആള് നൈസായിട്ട് ജോലിക്ക് പോകും, തിരിച്ചു വരും. ഇവർക്കൊരു 10 രൂപ വേണമെങ്കിൽ ഇയാളുടെ അടുത്ത് കൈ നീട്ടണം. ഒരു 10 രൂപ. അതും ഇവൾക്ക് വേണ്ട ഡ്രസ്സോ അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടതായ കാര്യങ്ങളല്ല ചെയ്യുന്നത് മുഴുവൻ വീട്ടിലേക്കും കുട്ടിക്കും എന്നൊക്കെ വേണ്ടിയിട്ടാ. എന്നാലും ഇവള് യാചിക്കണം ഈ കക്ഷിനോട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ റാൻഡംലി ഇവളെ കണ്ട് ഞാൻ ഭയങ്കര കാഷ്വലായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്, എന്തൊക്കെയുണ്ട്, സുഖാണോ, ഇപ്പം എങ്ങനെയാണെന്നൊക്കെ അവളെൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര കാര്യമായി ചോദിച്ച്. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ ഞാൻ അവളോട് തിരിച്ചു ചോദിച്ചു, എടാ നീ ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ എന്താ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നല്ലൊരു ജോലിയായിട്ട് ആ കുട്ടി എത്തിയിട്ടുണ്ടാവും എന്നുള്ളൊരു പൊസിഷനാണ് ഞാൻ അവളെ കുറിച്ച് ചിന്തിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു PSC ഒക്കെ എഴുതി ഒരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുന്നു. വളരെ വിഷമകരെന്ന് പറയട്ടെ, അവളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ഞാൻ അങ്ങനെ വളരെ വിശദീകരിച്ചൊന്നും പറയുന്നില്ല. വീട്ടിൽ അത്യാവശ്യം നല്ല സ്ട്രെസ്സാണ്. അതിനേക്കാളും ആ കുട്ടീനെ വിഷമിപ്പിക്കുന്നത്, ആ കുട്ടിയുടെ ചെറിയ കൊച്ചിന് ഒരു ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിലോ, അതിനൊരു ഡയപ്പർ വാങ്ങിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു ബേബി പൗഡർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അവിടെ ഒരാഴ്ച ഈ ഭർത്താവിന്റെ പിന്നാലെ നടക്കണം. എനിക്കൊരു ഇച്ചിരി പൈസ തരുമോ, അല്ലെങ്കിൽ എനിക്ക് വാങ്ങി തരുമോ? അങ്ങനെ ഇവള് വിഷമം പറഞ്ഞിട്ട് അവളൊരു മര്യാദയ്ക്കുള്ള ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി എന്ന് പറഞ്ഞു. അവള് 2-3 വർഷത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 വർഷമോ അങ്ങനെ എന്തോ ആയത്. അപ്പൊ അതിൽ ഇവൾക്ക് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് ഒരുപാട് കാലമായി എന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. അപ്പം പറയണ എന്താ വെച്ചാല്, ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് ആയിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഇനി നിങ്ങൾക്ക് എങ്ങാനും നിങ്ങൾ കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയതായ രീതിയിലെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്താനുള്ള ഒരു ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി വേറെ അടുത്ത കല്യാണം കഴിക്കാത്ത സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം ആയിട്ടില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നോക്കാനുള്ള ഒരു എന്താ പറയുക, ഫൈനാൻസ് ആണെങ്കിലും മെന്റാലിറ്റി ആണെങ്കിലും ഒരു പക്വതയാണെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഇതൊന്നും ആയിട്ടില്ലെങ്കിൽ ഒരു കുട്ടിയും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം പിന്നീട് ആ കുട്ടി നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
കുട്ടിക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമാറ്റിക് ആക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതി, വളരെ സിമ്പിൾ ആയിട്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ കാണിക്കരുത്, ഈ തെറ്റുകളൊന്നും. അപ്പോൾ ജോലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇതിനേക്കാളൊക്കെ ഉപരി ഇനി എൻ്റെ മാത്രമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് എന്ന് ഞാൻ പറയാണ്, ഇൻഡിവിജ്വാലിറ്റി, സെൽഫ് റെസ്പെക്ട്, ഇത് രണ്ടും ഒരു സന്ദർഭത്തിലും പോകുന്ന രീതി ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാളിൽ വല്ലാതെ ഡിപ്പെൻഡഡ് ആവരുത്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ആയിട്ട് മാത്രമേ ഒരു വിവാഹത്തിന് മുതിരാവുള്ളൂ. ഇതെന്റെ മാത്രം അഭിപ്രായമാണ്. ഓരോരുത്തർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും. ഞാൻ എൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞു രേഖപ്പെടുത്തിയത് മാത്രം. അപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ കാര്യത്തിൽ ആ ഒരു കുട്ടിക്കുള്ള ഒരു വിഷമം അറിഞ്ഞപ്പോൾ എന്തോ ഇത് ബാക്കിയുള്ളവരോട് എനിക്ക് ഇത് പറയണം എന്നൊരു തോട്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത രീതിയിൽ അടുത്ത എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.